ആയിരക്കണക്കിന് അധ്യാപകരുടെ അംഗീകാരം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അതിന് എതിരായി പറയുന്നൊരു കാര്യം നമുക്കറിയാം. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവർക്ക് വിവിധ തലങ്ങളിൽ ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ സൂചിപ്പിച്ചു, ഏതാണ്ട് 360ഓളം പേർക്ക് അർഹമായത് ലഭിക്കേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിന്റെ വിവിധ സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളത്. ആ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അത് മാത്രം വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് അപ്രൂവൽ കൊടുക്കാതിരിക്കാനുള്ളൊരു കാരണമായി ഭിന്നശേഷി നിയമനങ്ങൾ ഇന്ന് മാറുന്നു എന്നുള്ളത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഇവിടെ സൂചിപ്പിച്ചു, NSS എന്ന് പറയുന്ന സ്ഥാപനം ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതാണ്. കോളേജുകൾ ഉൾപ്പെടെ ഇന്ന് NSSന്റെ കീഴിലുണ്ട്. അവർ സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ട് തന്നെ നിലവിലുള്ള ഭിന്നശേഷി നിയമനം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുവാനുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് നേടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? NSSന് ലഭിച്ചിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു സൗകര്യം ഇന്ന് എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ വിദ്യാലയങ്ങളിലും അത് നടപ്പാക്കുന്ന ഒരു ഉത്തരവ്, എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ആവശ്യമേ ഉള്ളൂ. ക്യാബിനറ്റ് കൂടേണ്ട കാര്യം പോലുമില്ല. ഈ ഒരു സാഹചര്യം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ ഒരു പരിഹാരം കാണാവുന്ന ഒരു കാര്യമാണ്. നിലവിലുള്ള നിയമനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഓരോ വിദ്യാലയങ്ങളിലും ഇന്ന് അപ്രൂവൽ നൽകേണ്ട അധ്യാപകർക്ക് അപ്രൂവൽ നൽകാമെന്ന് ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ട പ്രശ്നം അത് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്ന് ഗവൺമെന്റ് എടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എങ്ങനെ അധ്യാപക നിയമനങ്ങൾ കുറയ്ക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. നിലവിലുള്ള അധ്യാപക തസ്തികകൾ എങ്ങനെ വെട്ടിക്കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ചിന്തിക്കുന്നു. ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗമായി കാണുന്നത് ഇന്ന് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടക്കുന്ന നിയമനങ്ങൾ ഏറ്റവും മെല്ലെപ്പോക്ക് നിയമനങ്ങളാണ്. എത്ര പെട്ടെന്ന് നടത്തണമോ എന്നല്ല, എത്ര സാവകാശം നിയമനങ്ങൾ നടത്താൻ കഴിയുമോ എന്നാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് എത്രമാത്രം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ അതിനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെന്റിന്റെ തെറ്റായ സമീപനമാണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ NSSന് ലഭിച്ചിട്ടുള്ള ആനുകൂല്യം എത്രയും പെട്ടെന്ന് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി APSTA നടത്തുന്ന ഈ സമരം അങ്ങേയറ്റം നീതിപൂർവകമായ സമരമാണ്. കേവലമായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്ത് അധ്യാപകർക്ക് ലഭിക്കേണ്ട അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി KPSTA നടത്തുന്ന ഈ ഒരു സമരത്തിന് എല്ലാവിധ പിന്തുണയും നേരുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട്